കിച്ചുവിന് എഴുതും തമ്മിൽ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഡിയോ ഇട്ട് തീർന്നു കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല, ഇന്ന് രാവിലെ അങ്ങോട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ആ പിൻ ചെയ്ത കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കമൻറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിട്ട് പോകണം. കേട്ടിട്ട് പോയിട്ട് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുമുണ്ട്. ഞാനപ്പോൾ നിങ്ങൾ പറയുന്ന കൂട്ടുകയാണെങ്കിൽ ഞാൻ അനുസരിക്കാം. ഇത് ഈ കമൻറ്റ് ഇട്ട ആൾ പറഞ്ഞ ശരിയാണെങ്കിൽ എന്താ പറയണ്ടേ, ആരെങ്കിലും ഒരു നല്ലൊരു കമൻറ്റ് ഇട്ട് ആ പറഞ്ഞ വ്യക്തി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പിൻ ചെയ്ത് വെക്കുമ്പോൾ ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് ഭൂരിഭാഗം ആൾക്കാർ നല്ല രീതിയിലാണ് ലൈക്ക് അടിക്കുക. അപ്പോൾ എത്ര പേരുടെ ഉണ്ടെന്നും കൂടെ എനിക്കൊന്ന് അറിയാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ആ കമൻറ്റ് ഒന്ന് വായിക്കാം. ഡാനി ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്, കിച്ചുവിൻ്റെ ഒറ്റ കാര്യത്തിലുള്ള എനിക്ക് ഇഷ്ടമല്ലാത്ത ആ ഒരു കാര്യത്തിലാണ്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് കേട്ടോ. ഡാനി ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കഞ്ചാവ് അടിമപ്പെട്ട് പോയ സമയത്ത് രേണു സുധിയുടെ ചേച്ചിയെ കയറി പിടിച്ചെന്നോ, അല്ലെങ്കിൽ ചേച്ചിയുടെ കുട്ടിയെ കയറി പിടിച്ചെന്നോ, ഇല്ലെങ്കിൽ രേണുവിനെ കയറി പിടിച്ചതായിരിക്കാം. അവർ പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആ കുട്ടി കഞ്ചാവ് അടിമപ്പെട്ടു പോയ സമയത്ത് അറിയാതെ കാണിച്ച ഒരു തെറ്റ് ഓക്കെ, അവൻ അതിൽ പശ്ചാത്താപപ്പെട്ട് ഇപ്പോൾ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. തെറ്റ് പറ്റാത്തവർ ആരാ ഡാനി ഉള്ളത്? ആ കുട്ടിയെ അതിൻ്റെ പേര് ക്രൂശിക്കരുത്. ഇല്ല ചേച്ചി, ഞാൻ ക്രൂശിക്കുന്നില്ല. അപ്പം ആ ചേച്ചി അനു മാത്യു എന്ന് പറഞ്ഞ ചേച്ചി കേട്ടോ. ഇനി കമൻറ്റ് ഇടുന്ന ഓരോ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ സഹിതം ഞാൻ വെച്ച് ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൽ വരുത്തിയുണ്ട്. ഞാൻ അവിടെ കുറേ ഡീറ്റെയിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ മോന് വേണ്ടി. ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അവിടെ മോന് വേണ്ടി എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ഇറങ്ങി തിരിച്ചല്ലേ. ആ വ്യക്തിക്ക് ഞാൻ നിനക്ക് വേണ്ടി നല്ല കുറച്ച് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായം കേട്ടോ നാട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ചേച്ചി അയച്ച കമൻറ്റൊക്കെ നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ ഈ ഒരു കമൻറ്റ് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും കിച്ചു ആണ് ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാനവിടെ പറയാൻ വന്നത്. ഒരാൾ അവരുടെ ഊഹാഭാവങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കമൻറ്റാണ്. ഒരിക്കലും ആ പയ്യൻ അങ്ങനെ ചെയ്തതൊന്നും അല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നുമല്ല. ഒരു പക്ഷേ ഇപ്പോൾ അവരിട്ട കമൻറ്റ് കണ്ടില്ലേ, കിച്ചു ആ ഒരു കയറി പിടിക്കുന്ന പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്രായത്തിൽ പറ്റിയ തെറ്റെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കുമോ? അങ്ങനെ ക്ഷമിക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രത്യേകം കമൻറ്റ് ബോക്സിൽ പറയണം. ഡാനി ഞങ്ങൾ ക്ഷമിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന ആൾക്കാരോടും കൂടെ എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആകുമ്പം നിങ്ങളവരെ ഒരു മാതൃകയാക്കണം. നിങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ അനുമാത്തുവിന് ഒരു മോളുണ്ടെങ്കിൽ അനു വെട്ടിക്കുമോ ആ മോളെ കൊണ്ട് ഇവനെ? അല്ല, അറിയാൻ മേത്തോടെ ഞാൻ ചോദിക്കുകയാണ്. തെറ്റുപറ്റി വരുന്ന പയ്യനല്ലേ, നിങ്ങളുടെ മകളെ കൊണ്ട് ഇവൻ കെട്ടിക്കുമോ? ഒരു ചെറിയൊരു ഡൗട്ട്. നിങ്ങളുടെ മക്കളെ കൊണ്ട് ഇവൻ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും കെട്ടിക്കുമോ? ഈ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളുടെ മക്കളെ കൊണ്ടൊന്ന് കെട്ടിക്കാവനെ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തുവനെ? നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ? എനിക്ക് അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്. നീയൊക്കെ വന്നിട്ട് എന്താടാ സമൂഹത്തിന് ഈ മെസ്സേജ് കൊടുക്കുന്നത്? ഞാൻ ആ പയ്യനെ എപ്പോഴും പറയുന്നൊരു കാര്യം, ആ പയ്യനെ ഒന്നുമല്ല. ഇവിടെ ഞാൻ ആ കമൻറ്റ് ഇട്ട വ്യക്തിയോട് പറഞ്ഞത്, ഒരിക്കലും ഈ കിച്ചുവിൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടെ വന്നാലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇമ്മാതിരി കമൻറ്റ് എന്തിനാ ഇടുന്നത്? ഇമ്മാതിരി കമൻറ്റ് ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങളെ വിലയിരുത്തും. അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവം ഉണ്ടായെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന വീട്ടിലുള്ളവരെ കയറി പിടിക്കുക, അത് കയറി പഠിക്കുക, അതൊക്കെ ക്ഷമിക്കാമോ? എടാ, ഞങ്ങളുടെ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പരസ്പര സമ്മതത്തോടെ നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, വിഷയമേ അല്ല. അല്ലാതെ ഒരാളെ കയറി പിടിച്ച് സംസാരിക്കുന്നതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത്? ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യത്തില്ല ആ ഒരു കാര്യത്തില്ല. ഒരു മനുഷ്യനെ പോലും. നാണമില്ലേ നിനക്കൊക്കെ വന്നിട്ട് ഇതുപോലെ ഒന്ന് കമൻറ്റ് ഇടാനാ? നാണവും മാനവും ഇല്ലേ? സ്ത്രീയെ നിനക്ക്? അനു മാത്യു എന്ന് പറയുന്നത് നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ മകളെയാണ് ഇവൻ ഈ പറയുന്ന കൂട്ട് എന്തെങ്കിലും കാണിച്ചാൽ, അല്ലെങ്കിൽ നിന്നെയാണ് കാണിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞലത്തെ ഒരു കാര്യം ക്ഷമിച്ചേക്കാം. കുഞ്ഞിനെ പറ്റിയ ഒരു ട്രോമ ഇതുകൊണ്ടാണ്. അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മക്കൾക്ക് ഇതേ അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. വന്നിട്ടിരുന്ന് കുരയ്ക്കുന്നു, അങ്ങ് ക്ഷമിക്കാൻ. അതിൻ്റെ താഴെ വന്നിട്ട് കറക്റ്റ് അതേ ലൈക്ക് അടിക്കാൻ കുറേ എണ്ണവും. ഈ കമൻറ്റിന് യോജിക്കുന്നവർ വന്നത് കമൻറ്റ് ഇടുക. എനിക്കന്ന് കാണണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വന്നിടണം കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കളെ കൊണ്ട് കെട്ടിക്കുമോ? നിങ്ങൾ കെട്ടിക്കുമോ? എനിക്കൊന്ന് അറിയണം, അത്രേ ഉള്ളൂ. നാണവും മാനമില്ലാത്ത കുറേ എണ്ണം വന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. എടാ, നിനക്കൊക്കെ ഒരു ഉളുപ്പില്ലടേ. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ വെറും ടീമായി പോകരുതടേ. കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന മെഴുകുന്ന ആണും പെണ്ണും കെട്ട വർഗ്ഗങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. നാണം കെട്ട വർഗ്ഗങ്ങൾ. അവിടെ നിനക്കൊക്കെ ഒരു ഉളുപ്പ് വേണോടെ, കുറച്ചും കൂടെ ഒക്കെ വേണോടാ. അവനവൻ്റെ വീട്ടിലെ ഇതുപോലുള്ള അവസ്ഥ ഇപ്പം എത്ര വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഈ നാട്ടിലാ. എത്ര വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതുവല്ല അറിയുന്നുണ്ടോ? വല്ല പഞ്ചാര അടിക്കുന്നോ അല്ലെങ്കിൽ ലൈൻ അടിക്കുന്നോ വളയ്ക്കാൻ നോക്കുന്നോ അതുപോലത്തെ കേസ് കേട്ടല്ലേ ഇത്? ഒരാളുടെ സമ്മതം ഇല്ലാതെ വലിച്ചു കീറുന്നത് പറഞ്ഞ് മനസ്സിലായോ? അതൊക്കെ വന്നിരുന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന. അങ്ങനെ ഞാൻ ആലോചിക്കുക,
ഞാൻ ഈ കമന്റ് ഇട്ട വ്യക്തിയുടെ ചിന്തയെക്കുറിച്ചാട്ടോ പറയുന്നത്, അല്ലാതെ കിച്ചുവിനെ വെച്ചിട്ടൊന്നുമില്ല. ഇനി അതായത് വളച്ചൊടിക്കല്ലേ. ഇവരുടെ ഓരോ ചിന്താഗതിയെ അവരങ്ങനെ ചിന്തിച്ച് അവർ എഴുതുകയും ചെയ്ത്, എന്നിട്ട് ആ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാ, എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കുഞ്ഞിലെ ഉണ്ടായത് പഴം ഏതെങ്കിലും കണ്ട അവൾമാർ വന്നിട്ട് ഇരുന്നിട്ട് കുറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്യും. അത് കണ്ടിട്ട് തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറഞ്ഞ കമന്റ് ഇടരുത്. കാണിച്ച തോന്നിവാസം. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, പറയാൻ കിട്ടില്ല. അപ്പം ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഇന്ന് കേരളത്തിലല്ല എത്ര പേര് ഈ ഓരോരുത്തന്മാർ ജയിലിൽ കിടക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ എത്ര പേര് കിടക്കുന്നുണ്ട്. അവർ കുഞ്ഞിലത്തെ ട്രോമ ഉണ്ടാകുന്നു പറഞ്ഞിട്ടങ്ങ് വിടട്ടെ. 13 വയസ്സുള്ള ഒരു പെണ്ണിനെയാണ് രാജസ്ഥാനിൽ നശിപ്പിച്ചത്. രാജസ്ഥാനിൽ കൊണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ട് വിറ്റത് 13 വയസ്സുകാരിയെ രാജസ്ഥാനിൽ കൊണ്ട് വിറ്റതാ. അവന്മാരെ റോഡ് നിരയിട്ട് അടിച്ച്, ബാക്കി വന്നവന്മാരും പോയവന്മാരും ഒക്കെ പൈസയ്ക്ക് വന്നിട്ട് കയറിയിട്ട് പോയതാ. എല്ലാത്തിനെയും വെറുതെ വിട്ടില്ല, അടിച്ച് പൊട്ടിച്ച് നടത്തിച്ച്. അവനവൻ്റെ വീട്ടിൽ വരണം ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ, അന്നേരം നീയൊക്കെ ഇരുന്ന് പഠിക്കത്തുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇങ്ങനെ കമന്റ് ഇട്ട് ചിന്താഗതിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നും കൂടെ ആലോചിക്കുമ്പോഴാണ്. നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ മക്കൾക്ക് വരുന്നാലേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. മേലെ ഇമ്മാതിരി കമന്റ് എൻ്റെ കമന്റ് ബോക്സിൽ ഇട്ടേക്കരുത്, ഉള്ളാരും ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇമ്മാതിരി വർത്താനം പറയുന്നത്. സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ നിനക്കൊക്കെ. എന്നാൽ നീയൊക്കെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കങ്ങ്. നീയൊക്കെ കെട്ടിക്കുമോ നിന്റെയൊക്കെ വീട്ടിലാ? ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും നല്ല തന്തയ്ക്ക് എനിക്ക് അവന്മാരും അവൾമാരും ഇത് കൂട്ടി നിൽക്കത്തില്ല. പിന്നെ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇരുന്ന് മെഴുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു കമന്റിന്റെ മറുപടി വേറൊരുത്തി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലച്ചയ്ക്ക് മനസ്സിലായി കാണും. കുറച്ചും കൂടെ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചേച്ചി സെറ്റായിട്ടിരുന്നു. നമുക്ക് ഒക്കോണി സ്റ്റേഷനിൽ വെച്ചെന്ന് കാണണം. ഞാൻ കുറച്ച് വകുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അത് ഒട്ടാനെ തന്നെ വരുന്നുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ അന്ന ക്യാൻസറിന്റെ അന്നേ ഞാൻ ഓക്കെ. അന്ന് പിന്നെ കരഞ്ഞ് മെഴുകിയതൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ പാവമല്ലേ, കഷ്ടമല്ലേ, എന്തായാലും ചിരിപ്പിക്കാനുള്ള നല്ല വകയും തരാം. ആദ്യം തന്നെ ഇങ്ങനെ ഇന്റർവ്യൂവിന്റെ ഒരു പോർഷനിൽ ഒരു പെർട്ടിക്കുലർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തത്, അത് പ്ലേ ചെയ്ത് പറ്റും. അത് പ്ലേ ചെയ്തിട്ട് ഇയാൾ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഈ പോർഷൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ബാക്കി പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കും വേണം. അത് ക്ഷമിക്കാനും വഹിക്കാനും ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവനൊരു മനുഷ്യനാണ്. അപ്പൊ ജീവിതത്തിലുള്ള പരസ്പരം വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ തീർച്ചയായിട്ടും ക്ഷമിച്ചും വഹിച്ചും. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. പുള്ളിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ വെക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ പുള്ളി പുതിയ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രേണുവിൻ്റെ അമ്മയുടെ മോൻ്റെ വിഷയങ്ങളൊക്കെ അത് അവിടെ കഴിഞ്ഞ വിഷയങ്ങൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയും, അവരിനി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അല്ല, എന്താ പറയണ്ടേ, വായിന്നങ്ങ് വീണ് പോയതാ. കാരണം അവരുടെ സ്ഥിതി മോശമാണ്. 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അത് മനസ്സിലാക്കുക. ഇപ്പോൾ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എന്താ പറയണ്ടേ, വിശ്വാസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇതിപ്പം സ്വർണ്ണക്കടത്ത് മാറി ഇപ്പോൾ ബ്ലാക്ക് മാജിക് ആയി. ഇനി എന്തോ കഥയാണെന്നൊന്നും എനിക്കറിയത്തില്ല പുതിയതൊക്കെ. പിന്നെ ഈ ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പണ്ടേ അവിടെ ഇവിടെ നിന്ന് കളിക്കുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനികൾക്കും കൂടെ നാണക്കേട് വരുത്തുന്ന ഒരു വ്യക്തി, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അഭിപ്രായങ്ങൾ പറയാം. കാരണം എന്താണെന്നറിയാം, ഒരു നിലപാടില്ലാത്ത രീതിയിലായിപ്പോയി. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഡാനിക്ക് നിലപാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. ഡാനിയുടെ നിലപാട് എന്താണ്, ഡാനി ഉറച്ചാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ പേഴ്സണലി വിളിച്ച ആൾക്കാർക്ക് ഒരാൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയം തന്നെയാണ്. പറഞ്ഞ് മനസ്സിലായി. നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരായിട്ടുള്ളവർ ഇങ്ങനെ ഇരുന്നതൊക്കെ വിശ്വസിച്ചും കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി. രേണുസുതിയെ കൂടുതലും വിമർശിച്ചതും ഏറ്റവും കൂടുതൽ പ്രാഗിയതും എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാനാണ് കൂടുതൽ അവരെക്കുറിച്ച് ഞാനും അതിലുമൊക്കെ തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ട് ഞാനിപ്പോൾ അതിനോട് വലിയ ആ ഒരു ഇത് കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. അവർ കൂടുതൽ പതിക്കാൻ പോകാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് മാത്രം. പിന്നെ എൻ്റെ അച്ഛാ മുൻപോട്ട് പോവുകയും മാത്രമല്ല നമ്മൾ ചെളിവാരി പരസ്പരം എറിയുന്നതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ അടുത്ത ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ ഒന്ന് നിർത്തുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രീതി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഇനി കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടാണെങ്കിൽ നിങ്ങളെ പരത്തും, ഉറപ്പാണ്. എനിക്കൊരു മനുഷ്യത്വം ഇല്ല നിങ്ങളുടെ കാര്യത്തിലാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. പണ്ടേ ഞാനിതിനെ കുറിച്ച് സംസാരിച്ചത്. ഇത് രേണുവും ഈ ബിഷപ്പും തമ്മിൽ പണ്ട് കുറച്ച് സീനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സീനിൽ ഈ ബിഷപ്പ് രേണുവിനെയും പറഞ്ഞിട്ടുണ്ട്, രേണു ബിഷപ്പിനെയും പറഞ്ഞിട്ടുണ്ട്. അത് ആ പാസ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എങ്ങനെയാണ് ഈ ലോകാവസ്ഥയുടെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ്, മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയരുത്, കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ സന്ദർഭമോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കണം, അങ്ങനത്തെ കുറെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണ് മൂപ്പര് ഈ രേണുവായിട്ട് ഇപ്പോ ഈ ഒരു ലോകാവസ്ഥയിൽ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ അത്രയ്ക്ക് എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കൂട്ട് രേണുവിനെയും ഈ പറയുന്ന കിച്ചുവിനെ ഒന്നിപ്പിക്കാമായിരുന്നു. അച്ഛൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഒരു ലോക്കിയിട്ട മനുഷ്യൻ അതല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ രേണു എന്തായാലും കിച്ചു അതിന് മുൻനിർത്തില്ല, 100% ഉറപ്പാണ്. കാരണം കിച്ചുവിൻ്റെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സുധിയുടെ പണം ഇപ്പോൾ തന്നെ വരാൻ പോകുന്നുണ്ട്. അതിന് ഏകാവകാശം കിച്ചു ആണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ രേണുവിന് തന്നെ ഒരു പങ്ക് ഘട്ടത്തിൽ അങ്ങനെയൊക്കെ വേറെ സംസാരങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ,
എന്തോ ആയിക്കോട്ടെ. പിന്നെ രേണുവിൻ്റെ കല്യാണ സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യാജമാണെന്നും അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വ്യാജമെങ്കിൽ വ്യാജം, എന്തെങ്കിലുമൊക്കെ ആട്ടെ. എന്തായാലും അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കമൻറ്റ് ഇട്ട് മെഴുകുന്ന കുറേ ടീംസുകളുണ്ടല്ലോ, ഇടുമ്പോൾ സൂക്ഷിച്ചും കണ്ട് കിഞ്ഞിട്ടാവുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ അടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ സഹിതം വെച്ച് അടിക്കും. ഞാൻ തപ്പും. ഞാൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ പോലും നിൻ്റെ കയ്യിൽ കണ്ടുപിടിക്കുക, അതിനൊരു മടിയില്ല. ഞാൻ ഇരുന്നാൽ മാത്രം മതി. എനിക്ക് അതിനുള്ള ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അത്യാവശ്യം അമ്മമാർ അതൊക്കെ കണ്ടുപിടിച്ച് തരുമ്പോഴത്തേക്ക് വീട്ടിലിട്ട് ഞാൻ പണിയാരും. ഇമ്മാതിരി കമൻറ്റ് ഇടുന്ന അവൾമാർക്കൊക്കെ നിങ്ങളെന്തോ ഒന്ന് തോന്നിയ ദിവസമാണ് എഴുതി പിടിപ്പിക്കുന്നത്. അതും ആ കുഞ്ഞുനാളിലത്തെ ഡ്രോമ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന കയറി പിടിക്കുന്നതെന്ന് പറയുന്നത് നാണം കെട്ട നായ്ക്കളൊക്കെ വന്നിട്ട് ഇതുപോലെ ഇരുന്ന് കമൻറ്റ് ഇടുമ്പോൾ ആലോചിച്ച് നോക്കണം. എടേ നിൻ്റെയൊക്കെ വീട്ടിൽ വരണോടി ഈ അവസ്ഥയൊക്കെ. അപ്പോൾ നീയൊക്കെ പഠിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.